ഇനി നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്ന ഒരു ബ്രീഡ് ഒന്ന് ഏതാണെന്ന് പറഞ്ഞേ. തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യകല്യാണി. അതുകൊണ്ട് ഏത് ഡോഗ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നല്ലപോലെ അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. അതാണ് ഇതിൻ്റെ ആദ്യ പാഠം. മെഡിസിൻസ് ആണ് നമ്മൾ ഒരു അസുഖം വന്നാൽ കൊടുത്തിട്ട് അസുഖം മാറിയാൽ നിർത്തുക. സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ഔട്ട് കൊടുക്കേണ്ടതാണ്. നായ വളർത്തുന്ന പരിപാടി നിർത്തിക്കളയാൻ പോലും ഓണസിന് തോന്നുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ്. സംബന്ധിച്ചോളം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഇതാണ് അതിൽ മെയിൻ ചെയ്യാനുള്ളത്. നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ ഒരു ഡോഗ് ബ്രീഡ് സീരീസ് തുടങ്ങുന്ന കാര്യം നമ്മൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഫേസ്ബുക്ക് പേജിലിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രീഡ് ഏതാണോ, ഏതിനെക്കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. ഇന്ന ബ്രീഡ് വേണം, ജർമ്മൻ ഷെപ്പേർഡ്, ലാബ്രഡോർ, ബീഗിള്, ഗോൾഡൻ റിട്രീവർ, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് മെസ്സേജുകൾ അയച്ചിരുന്നു. ചിലർ നാടൻ എന്നും പറഞ്ഞ് അയച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഒരു ബ്രീഡാണ് ഇന്ന് സീരീസ് 1 എപ്പിസോഡ് 1 നമ്മളിന്ന് തുടങ്ങാൻ പോകുന്നത്. അതവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾക്ക് ഒരു ഡോഗിനെ വേണം, കാവലിനൊരു ഡോഗിനെ വേണം. അത് നല്ല കാണാൻ ഭംഗിയുള്ളൊരു ബ്രീഡായിരിക്കണം, പക്ക ഗാർഡിങ് ആയിരിക്കണം, വീട്ടിലുള്ളവരായിട്ട് നല്ല ഇണക്കത്തിലായിരിക്കണം, കുട്ടികൾക്ക് ഭയങ്കര പെറ്റായിരിക്കണം, കൂട്ടുകാരായിരിക്കണം. ഇനി നിങ്ങൾ കണ്ണടച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം വരുന്നൊരു ബ്രീഡ് ഒന്ന് ഏതാണെന്ന് പറഞ്ഞേ. അത് മിക്കവാറും ഇതായിരിക്കും. തുളസി കോമലവേണി നീലവർണ്ണനാരാണി നിത്യകല്യാണി. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും കൂടിയാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ബ്രീഡ്. കാരണം എന്ന് വെച്ചാൽ അത് ഇത്രയും ജനപ്രിയമാകാനുള്ള കാരണം ഒന്നാമത് എല്ലാ ഡോഗും ഇൻ്റലിജൻ്റ് ആണ്, എങ്കിലും ലോയൽറ്റി അഥവാ ആത്മാർത്ഥത എന്ന് പറയുന്ന ഒരു ഘടകം കൂടി ഇവന് ആഡ് ആയിട്ടുണ്ട്. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് പലർക്കും ഈ ബ്രീഡിനോട് ഇത്ര താല്പര്യം ഉണ്ടാകാനുള്ള ഒരു കാര്യം ഈ സിനിമകളിലുമൊക്കെ ഒരുപാട് ഇവനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. കാണാനുള്ള ഭംഗിയും അവൻ്റെ ഇൻ്റലിജൻസും കാരണമാണത്. പക്ഷേ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തുന്ന എത്രയോ പേര് പറയും എൻ്റെ വീട്ടിലുമുണ്ട് ജർമ്മൻ, പക്ഷേ ഇത്രയും ഗുണങ്ങളൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്ന് നിങ്ങൾ പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണ്, ഡോഗല്ല. അവനിൽ ഈ ക്യാരക്ടർ ഉണ്ട്, അത് നിങ്ങൾ വളർത്തിയെടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡിനെ എങ്ങനെ ആ ലെവലിലേക്ക് വളർത്തിയെടുക്കാമെന്ന് കൃത്യതയോടെ പറയാൻ ഞാനൊരു പ്രൊഫഷണൽ ഡോഗ് ട്രെയിനറൊന്നുമല്ല. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടുള്ള ചുരുക്കം ചില കാര്യങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോഗുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അത് ഈ ജർമ്മൻ ഷെപ്പേർഡ് അല്ല, ഏത് ബ്രീഡാണെങ്കിലും നമ്മൾ ഡോഗുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഭാഷ അവർക്ക് അറിയില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മുടെ സ്കിൻ, നമ്മുടെ വോയിസ് ടോണ്, നമ്മൾ പുറപ്പെടുവിക്കുന്ന ഹോർമോൺസ്, ഓക്സിറ്റോസിൻ, അഡ്രിനാലിൻ തുടങ്ങിയ ഹോർമോൺസ്, ഇതെല്ലാം അവർ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ഈ ഗ്രാസ്പിങ്ങിലൂടെയാണ് നമ്മളെ അവർ മനസ്സിലാക്കുന്നതും നമ്മളെ അവർ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതുകൊണ്ട് ഏത് ഡോഗ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും നല്ലപോലെ അവനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക. അതാണ് ഇതിൻ്റെ ആദ്യ പാഠം. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓരോ ജർമ്മൻ ഷെപ്പേർഡ് വളർത്തുന്ന ആൾക്കാരും വളർത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും പപ്പീനെ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരും വളരെ ശ്രദ്ധയോടെ നോക്കേണ്ട കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് അസുഖങ്ങളില്ലാതെ ഹെൽത്തി ആയിട്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡിനെ എങ്ങനെ വളർത്താമെന്നുള്ളതാണ്. അതിൽ ആദ്യം വരുന്നത് അതിൻ്റെ ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പപ്പിയായിട്ട് കൊണ്ടുവന്നതിൽ മുതൽ വലുതാവുന്നവരെ ഏതൊക്കെ ഭക്ഷണങ്ങൾ എത്ര തവണ കൊടുക്കാമെന്നുള്ളതാണ് ആദ്യം. പപ്പി സ്റ്റേജിൽ 45 ദിവസം കഴിഞ്ഞ് നമ്മൾ എടുക്കുന്ന ഒരു പപ്പിക്ക് നമ്മൾ 4 നേരം ആഹാരം, അതൊരു 3 മാസം വരെ, 3 മുതൽ 7 മാസം വരെ 3 നേരം ആഹാരം, 7 മുതൽ ഒരു 1.5-2 വയസ്സ് വരെ 2 നേരം ആഹാരം, അതിനുശേഷം ഒരൊറ്റ നേരം ആഹാരം. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. ആഹാരത്തിൻ്റെ തവണകൾ കുറയ്ക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടുക. ഇനി എന്ത് കൊടുക്കണം എന്നുള്ളത്, ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ബ്രീഡ്, ഇനി നായ ജനസ് ഏത് തന്നെ ആയാലും ഓംനിവോറസ് ആണ്. എന്ന് വെച്ചാൽ മാംസ്യാഹാരം കഴിക്കാൻ പാകത്തിനുള്ളതാണ്. എന്ന് വെച്ച് മാംസം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നില്ല. ഓംനിവോറസ് എന്ന് പറഞ്ഞാൽ മാംസാഹാരവും പച്ചില അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും കൊടുക്കാം. ഇത് രണ്ടും കഴിക്കാൻ പ്രാപ്തമാണ് നായ ജനസുകൾ. പൂച്ച അങ്ങനെയല്ല, പക്കാ കാർണിവോറസ് ആണ്. അപ്പോൾ നമ്മൾ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് ഡോഗിനെ വളർത്തുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. കാരണം അവൻ്റെ ദേഹത്തെ ന്യൂട്രിയൻ റിക്വയർമെൻറ്റ്സ് എല്ലാം മീറ്റ് ആവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നായ്ക്ക്, എല്ലാ നായ്ക്കൾക്കും കോമ്പല്ലെന്ന് നമ്മൾ പറയുന്നത് ഈ വരുന്ന 2
ഷാർപ്പായിട്ടുള്ള ടീത്തുകളുണ്ട്, ഇൻസൈസേഴ്സ്. ആ ടീത്തുകളുള്ള ഏത് ജീവിയും, ലോകത്തെ ഏത് ജീവിയും കാർണിവോറസ് ആണ്. നിരയായിട്ടുള്ള പല്ലുകളുള്ള ഏത് ജീവിയും ഹെർബിവോറസ് ആണ്. എന്ന് വെച്ചാൽ ഹെർബിവോറസ് അല്ല, ഹെർബിവോറസ് ഓർ ഓംനിവോറസ് ആണ്. ഉദാഹരണം, ആട്, ആന, മനുഷ്യൻ, ഇവരുടെ എല്ലാം പല്ലുകൾ നിരയാണ്. എന്ന് വെച്ച് പച്ചക്കറികൾ മാത്രമല്ല മനുഷ്യൻ കഴിക്കുന്നത്, അത് മാംസാഹാരം കഴിക്കുന്നുണ്ട്. പക്ഷേ കോമ്പല്ലുള്ള വൈൽഡ് ആനിമൽസ് ഏത് തന്നെയായാലും, അത് നായ അടക്കം ഉള്ള ജീവികൾക്കെല്ലാം മാംസാഹാരം, അതായത് ഇറച്ചി, മീറ്റ് കീറി മുറിക്കാൻ തക്കവണ്ണമുള്ളതാണ് ആ പല്ല്. അതുകൊണ്ട് അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ്? അത് മാംസാഹാരം റിക്വയർ ചെയ്യുന്നൊരു ശരീരമാണ് നായ്ക്കൾക്ക്, പ്രത്യേകിച്ച് ജർമ്മൻ ഷെപ്പേർഡിന്. അപ്പോൾ പ്യുവർ വെജിറ്റേറിയനായിട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള അഡ്വൈസ്, അപ്പോൾ നിങ്ങൾ പാക്കഡായിട്ടുള്ള ഡോഗ് ഫുഡിലേക്ക് കുറച്ച് പോകേണ്ടി വരും. അപ്പോഴാണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് മീറ്റ് ആവുള്ളൂ. ഇനി ആഹാരം എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത്, ആദ്യ കാലഘട്ടങ്ങളിൽ 45 ദിവസം മുതൽ 3 മാസം വരെ ഉള്ള പ്രായത്തിൽ മാക്സിമം പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ആഹാരമാണ് കൊടുക്കേണ്ടത്. കുറച്ചൊക്കെ പാക്ക് ഫുഡിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ അങ്ങോട്ട് വീട്ടാഹാരത്തിലേക്ക് മാറി മാറി വരാം. അപ്പോൾ ഫസ്റ്റ് പപ്പി സ്റ്റേജിൽ ഫുഡ് പറയാം. പപ്പി സ്റ്റേജിൽ നമ്മൾ 4 നേരം ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. ആ 4 നേരം എന്ന് പറയുന്നത് മാക്സിമം പ്രോട്ടീനും ഫാറ്റും അടങ്ങിയ ഒരു ഫുഡാണ് കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ വളർച്ച ഉണ്ടാവുന്ന പ്രായമാണ് ആ സമയം. അതുകൊണ്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സ്റ്റാർട്ടർ ഫുഡുകൾ, പാക്ഡ് ആയിട്ടുള്ള ഫുഡിലേക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അതിനുശേഷം പതുക്കെ വീട്ടാഹാരങ്ങളിലേക്ക് മാറാം. എന്നാലും മാംസ്യാഹാരവും മുട്ടയും എല്ലാം ഒഴിവാക്കരുത്. കാരണം വളരെ പെട്ടെന്ന് വളർച്ച വരുന്നൊരു പ്രായമാണ്. ഇനി 3 മുതൽ 7 മാസം വരെ എന്നുള്ളതിനകത്ത് നമുക്ക് ഡോഗ് ഫുഡ് പാർഷ്യലി ഡിപ്പെൻഡ് ചെയ്യാം, പക്ഷേ വീട്ടാഹാരം കൊടുക്കാം. വീട്ടാഹാരം കൊടുക്കുമ്പോൾ കൊടുക്കാൻ പാടാത്ത ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതിൽ കൊടുക്കാൻ പാടാത്തത് സിട്രിക് ആസിഡ് കണ്ടൻറ്റുള്ള നാരങ്ങ, വെളുത്തുള്ളി സിട്രിക് ആസിഡ് അല്ല എങ്കിൽ പോലും, പിന്നെ ഓറഞ്ച്, ഗ്രേപ്സ് തുടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കരുത്. പിന്നെ എരിവ്, ഉപ്പ്, മസാല ഐറ്റംസ്, പുളി, മധുരം, അങ്ങനെ നമ്മളുടെ നാവിന് രസങ്ങളുള്ള ആ ഐറ്റംസ് ഒന്നും ഡോഗിന് പറ്റിയതല്ല. ആദ്യമേ പറയട്ടെ, ഡോഗ് ഒരു നാവിൻ്റെ ടേസ്റ്റ് കൊണ്ട് മാത്രം ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയല്ല, മണമാണ് അവനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാക്സിമം എന്ത് വീട്ടാഹാരം കൊടുക്കുമ്പോഴും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് നമ്മൾ നല്ലപോലെ കുക്ക് ചെയ്ത് കൊടുക്കാം. അതാണ് ആ ഒരു സ്റ്റേജിൽ കൊടുക്കേണ്ടത്. ഡോഗ് വലുതാവുന്നതനുസരിച്ചിട്ട് ആഹാരത്തിൻ്റെ തവണകൾ കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പോഴാണ് ടോയ്ലറ്റ് ട്രെയിനിങ് കറക്റ്റ് ആവുള്ളൂ. ഇനി എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് കൊടുക്കാമെന്നുള്ള സപ്ലിമെൻറ്റ്സ് എൻ്റെ അറിവിൽ 3 എണ്ണമാണ് ജനറലി വരുന്നത്. ഒന്ന് കാൽഷ്യം, പിന്നെ വൈറ്റമിൻസ്, പിന്നെ കോട്ടിങ്ങിനുള്ള ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ്. കാൽഷ്യം ബോൺസിനുള്ളതാണ്. ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് നമ്മൾ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ബ്രീഡിന്, പ്രത്യേകിച്ച് എല്ലാ ഹെയർ ബ്രീഡിനും കൊടുക്കണമെങ്കിലും മാക്സിമം ത്രൂ ഔട്ട് ലൈഫ് കൊടുക്കുക. ഇനി ദിവസവും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും സ്കിൻ കണ്ടീഷൻ ഓക്കെ ആയിക്കഴിഞ്ഞാൽ വീക്ക്ലി ഒരു 3 to 4 ടൈംസ് നമ്മൾ സപ്ലിമെൻറ്റ് ചെയ്യുക. സപ്ലിമെൻ്റ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. മെഡിസിൻസ് ആണ് നമ്മൾ ഒരു അസുഖം വന്നാൽ കൊടുത്തിട്ട് അസുഖം മാറിയാൽ നിർത്തുക. സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ത്രൂ ഔട്ട് കൊടുക്കേണ്ടതാണ്. നമ്മൾ കൊടുക്കുന്ന ആഹാരത്തിലെ അപാകതകൾ മാച്ച് ചെയ്യാനാണ് നമ്മൾ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത്. സോ ഐ റെക്കമെൻഡ് ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് ടു ബി ഗിവൺ ഓൺ എ ഡെയിലി ബേസിസ്. അത് കൊടുക്കുന്നത് കൂടെ തന്നെ നല്ല രീതിയിൽ ഡോഗിനെ കോംബ് ചെയ്യുക. അത് ഗ്രൂമിങ് അടുത്ത സെക്ഷനാണ്, അത് ഞാൻ പറയാം. എങ്കിലും ഫുഡിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് ഇത് മസ്റ്റാണ്. പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നതാണ്, ഏത് പെറ്റ് ഫുഡ് കൊടുക്കുകയാണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് കൊടുക്കണം, കാൽഷ്യം ഏത് കൊടുക്കണം, വൈറ്റമിൻസ് ആണെങ്കിൽ ഏത് കൊടുക്കണം, ഈ ഒമേഗ ഫിഷ് ഓയിൽ സപ്ലിമെൻറ്റ്സ് ആണെങ്കിൽ ഏത് കൊടുക്കണമെന്ന് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. പലരും പലതും ട്രൈ ചെയ്തിട്ട് വലിയ റിസൾട്ട് കിട്ടാത്തതും കിട്ടിയതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു പ്രത്യേക കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. അതിനുവേണ്ടി ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കമൻറ്റിൽ എൻ്റെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ വിശദമായിട്ട് നിങ്ങളുടെ ഡോഗിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഏത് സപ്ലിമെൻറ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് വിശദമായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാം. എന്ന് മാത്രമല്ല, സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് മാത്രമല്ല, ഡോഗിനെ കുറിച്ച്, പ്രത്യേകിച്ച് ജർമ്മൻ ഷെപ്പേർഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ വാട്സാപ്പ് ലിങ്കിൽ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തന്നിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ടോയ്ലറ്റ് ട്രെയിനിങ്ങിനെ കുറിച്ചാണ്. ടോയ്ലറ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. കാരണം പപ്പി സ്റ്റേജിൽ തന്നെ ഡോഗിനെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഡോഗിൻ്റെ ഹൈജീൻ എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. നായ വളർത്തുക എന്ന് പറയുന്ന പ്രക്രിയ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഹിമാലയൻ ടാസ്ക്കായി മാറും. കാരണം ഭക്ഷണം കഴിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ, കൂടിനുള്ളിൽ വളർത്തുന്ന ഡോഗാണെങ്കിൽ പ്രത്യേക പാത്രം, പ്രത്യേക സ്ഥലം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ നമ്മൾ ഡോഗിനെ ലീഷ് ചെയ്ത് ഒരു ലീഷിലിട്ടിട്ട് എടുത്തുകൊണ്ട് പോകാതെ നടത്തിക്കൊണ്ടുപോയി, അവൻ എവിടെ യൂറിൻ ആൻഡ് മോഷൻ പോകണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു അവിടെ കൊണ്ടുപോയി കുറച്ച് നേരം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കുകയോ അല്ലെങ്കിൽ അവിടെ കെട്ടിയിടുകയോ ചെയ്യുക.
അവിടെ യൂറിൻ മോഷൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയം ചിലവാക്കാതെ അതേപോലെ തിരിച്ച് കൂട്ടിലേക്ക് കൊണ്ടുവരിക, അവനൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത ഫുഡ് കഴിഞ്ഞ് ഉടനെ ഇതേ സംഭവം റിപ്പീറ്റ് ചെയ്യുക. ചെറിയ പപ്പി ആയതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ യൂറിൻ മോഷൻ പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇങ്ങനെ ഒരു കുറച്ച് തവണകൾ, ആദ്യം കുറച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുറച്ച് തവണകൾ ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ ശേഷം അവൻ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ പലയിടത്ത് കറങ്ങിയാലും പ്രത്യേകിച്ച് ആ സ്പോട്ടിൽ എത്തുമ്പോഴായിരിക്കും അവൻ യൂറിൻ മോഷൻ പോകുന്നത്. ഇതിന് കാരണം ഇവർക്ക് ഈ സെൻസേഷൻ ഉണ്ടാവുന്നത്, ഈ പ്രോംപ്റ്റ് ഉണ്ടാവുന്നത്, ഈ മുട്ടുക എന്ന് പറയുന്ന വികാരം ഉണ്ടാവുന്നത് ഇതിന് മുമ്പത്തെ യൂറിനോ മോഷനോ സ്മെൽ ചെയ്യുമ്പോഴാണ്. അങ്ങനെയാണ് നമ്മൾ ഡോഗിനെ ടോയ്ലറ്റ് ട്രെയിൻ ചെയ്യേണ്ടത്. ഇനി മറുവശം, നിങ്ങൾക്ക് തിരക്കിൽ പെട്ടുപോയി സമയത്ത് അഴിച്ചുവിടാൻ പറ്റിയില്ല, ഇതൊരു നേച്ചേഴ്സ് കോളാണ്. നമ്മളെപ്പോലെ തന്നെ അവർക്കും ഇത് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. അവർ കൂട്ടിലാണെങ്കിൽ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. അങ്ങനെ ചെയ്തു പോയാൽ പിന്നെ നിങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി കറക്കി കൊണ്ടുവന്നാലും തിരിച്ച് കൂട്ടിലെത്തിയാൽ അപ്പോൾ മാത്രമേ അവൻ പോവുകയുള്ളൂ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആ കൂടിൻ്റെ ഏരിയ വളരെ നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ് വെച്ച് ആ സ്മെല്ല് കിട്ടാത്ത രീതിയിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം. സ്മെല്ല് കിട്ടാത്തതെന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ മൂക്കിന് സ്മെല്ല് കിട്ടാത്തതല്ല, അവരുടെ മൂക്കിന് പോലും ആ സ്മെല്ല് കിട്ടരുത്. നമ്മളെക്കാളും എത്രയോ 10 മടങ്ങ് സ്മെല്ല് ചെയ്യാനുള്ള കഴിവുള്ള ജീവിയാണ് നായ. അതും കൂടി നമ്മൾ മനസ്സിൽ കരുതണം. ഇതാണ് ടോയ്ലറ്റ് ട്രെയിനിനെ കുറിച്ച് പറയാനുള്ളത്. വേറെ വലിയൊരു സംശയം, വലിയൊരു പ്രശ്നം, അതായത് നായ ഷെപ്പേർഡ് എന്നല്ല എല്ലാ ബ്രീഡിനും ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട്. നായ വളർത്തുന്ന പരിപാടി നിർത്തിക്കളയാൻ പോലും ഓണേഴ്സിന് തോന്നുന്ന ഏറ്റവും വലിയ പ്രോബ്ലമാണ് ഡോഗ് അതിൻ്റെ തന്നെ വേസ്റ്റ് കഴിച്ചു പോകുന്നു എന്നുള്ളത്. ഞാനിത് പറയുമ്പോൾ തന്നെ ഇത് പ്രശ്നം അനുഭവിക്കാത്തൊരു നെറ്റ് ചുളിക്കും. പക്ഷേ ഇത് അനുഭവിച്ചവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. നമ്മൾ ആറ്റുനോറ്റ് വളർത്തുന്ന ഡോഗ് പെട്ടെന്ന് ആ മോഷനിൽ സ്മെല്ല് ചെയ്ത് അത് വായ വെക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവാറുണ്ട്. പൂപ്പ് ഈറ്റിംഗ് എന്ന് പറയും. ഇങ്ങനെ വരുന്നതിന് പല കാരണങ്ങളാണ്. ഒന്ന്, കൂടിനകത്ത് ഇരിക്കുന്ന ഡോഗ് ടോയ്ലറ്റ് ട്രെയിൻ അല്ലെങ്കിൽ അവിടെ യൂറിൻ അല്ലെങ്കിൽ മോഷൻ പോകും. മോഷൻ അങ്ങനെ പോയാലത്തെ ഒരു ബുദ്ധിമുട്ട് ഇതാണ്. അവൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അവനൊരു എനർജി ബിൽഡ് ബ്രീഡാണ്. അവൻ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അവൻ അവിടെ ബോറടി വരുമ്പോൾ അവൻ സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഒരു പീസ് എന്തോ ഒന്ന് കിടക്കുന്നു. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ടെൻഡൻസി ആൾക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായി മാറാം. അതൊരു കാരണം. 2, അവർ കഴിക്കുന്ന ആഹാരത്തിൽ ന്യൂട്രീഷൻ കറക്റ്റായിട്ട് ബാലൻസ്ഡ് അല്ലെങ്കിൽ, അതായത് നിങ്ങൾ കൊടുക്കുന്ന ആഹാരം വളരെ ന്യൂട്രിയൻസ് ഉള്ളതായിരിക്കാം, പക്ഷേ ഇവരുടെ ദഹനരസം അഥവാ ഡൈജസ്റ്റീവ് എൻസൈംസ് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്തില്ലെങ്കിൽ ഈ ന്യൂട്രിയൻസിൻ്റെ പകുതി മോഷനിലേക്ക് ട്രാൻസ്ഫർ ആവും. അത് മോഷൻ പോകുന്ന സമയത്ത് അവരത് ബാലൻസ് ചെയ്യാനായിട്ട് കഴിക്കും. കാട്ടിൽ ചെന്നായ്ക്കളും മറ്റു മൃഗങ്ങളൊക്കെ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ്. നാട്ടിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് നമ്മൾ വളർത്തുമ്പോൾ നമുക്കത് കണ്ടാൽ സഹിക്കില്ല. ഇത് 2ാമത്തെ കാരണം. ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് പൂപ്പ് ഈറ്റിംഗ് എന്ന് പറയുന്ന പ്രശ്നം വരുന്നത്. ടോയ്ലറ്റ് ട്രെയിനിങ് മാത്രമാണ് അതിന് യഥാർത്ഥ പ്രതിവിധി. മാർക്കറ്റിൽ പലവിധ സ്പ്രേകളൊക്കെ വരുന്നുണ്ട്, എങ്കിലും അതിന് ശാശ്വത പരിഹാരമല്ല. അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റ് ട്രെയിനിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അടുത്ത ടോപ്പിക്ക് എക്സസൈസിനെ കുറിച്ചാണ്. ഷെപ്പേർഡ് എന്ന് പറയുന്ന ബ്രീഡ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ബ്രീഡാണ്. നമ്മൾ ചെറിയ കൂട് കെട്ടുമ്പോഴടക്കം നമ്മൾ കുറച്ച് വീതിയും വിസ്താരമുള്ള കൂട് കെട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഒന്ന് മൂവ് ചെയ്യാനെങ്കിലും പറ്റൂ. പൊതുവേ കൂട്ടിലിട്ട് വളർത്താൻ ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല, നിവൃത്തിയില്ലെങ്കിൽ ചെയ്യാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞത്. ഈ എക്സസൈസ് ജർമ്മൻ ഷെപ്പേർഡ് ബ്രീഡിനെ സംബന്ധിച്ചോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവരുടെ എനർജി ബിൽഡായിക്കൊണ്ടേയിരിക്കും. ഒരുപാട് എനർജി ബിൽഡായി കഴിഞ്ഞാൽ പല അസുഖങ്ങൾക്ക് കാരണമാവാം, ചില ക്യാരക്ടർ ഇഷ്യൂസിന് ഇത് കാരണമാവാം. അതുകൊണ്ട് ദിവസത്തിൽ ഒരു 1.5 മണിക്കൂറെങ്കിലും ഓടിക്കളിക്കാനുള്ള സ്ഥലമുള്ളവരാണ് ഷെപ്പേർഡിനെ വളർത്തുന്നത്. എന്ന് വെച്ച് ഫ്ലാറ്റിലും മറ്റും വളർത്താൻ പറ്റില്ലേ എന്നല്ല, പറ്റും. ഒരുപാട് പേര് ഫ്ലാറ്റിൽ വളർത്തുന്നവരുണ്ട്. പക്ഷേ രാവിലെയോ വൈകിട്ടോ കുറച്ച് നേരമെങ്കിലും അവനെ വാക്കിങ്ങിന് കൊണ്ടുപോയും അവനെ എൻഗേജ് ചെയ്തിട്ടും അവൻ്റെ എനർജി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഷെപ്പേർഡായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ആ ബ്രീഡിൻ്റെ ക്യാരക്ടർ അപ്പാടെ മാറും, ഒരുപാട് അസുഖങ്ങൾ വരും. ഈ ഫ്ലാറ്റിനകത്ത് ഡോഗിനെ വളർത്താമോ, പ്രത്യേകിച്ച് ഷെപ്പേർഡിനെ വളർത്താമോ എന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഷെപ്പേർഡ്, റോട്ട്വീലർ, ഡോബർമാൻ പോലത്തെ ഹെവി ബിൽട്ടായിട്ടുള്ള ബ്രീഡുകൾ ഞാൻ പരമാവധി ഫ്ലാറ്റിനകത്ത് വളർത്താനായിട്ട് ഞാൻ അഡ്വൈസ് ചെയ്യാറില്ല. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, നേച്ചറുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കേണ്ട ബ്രീഡ്സാണ് ഇവരെല്ലാം. 2, ഇവരുടെ കാലിൻ്റെ പോസ് എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റാണ്, വളരെ മൃദുവാണ്. അതെന്തിനാണ് അങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ റഫായിട്ടുള്ള സർഫസിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ ഫ്ലാറ്റ് മിക്കവാറും വീടിനകത്ത് വളർത്തുന്ന ആൾക്കാർക്കും കൂടി ചേർത്താണ് ഈ പറയുന്നത്. നമ്മുടെ വീടിനകത്തെ ഫ്ലോർ മിക്കവാറും ഗ്രണൈറ്റോ മൊസൈക്കോ ടൈൽസോ ആയിരിക്കും. അവിടെ നമ്മളെ കാണുമ്പോൾ ചാടും, പിടിക്കാൻ നോക്കും. അപ്പോൾ ഈ ബോഡി വെയിറ്റ് മൊത്തം ഈ കാലിൽ വരികയാണ്, ഗ്രിപ്പ് കിട്ടാതെ സ്ലിപ്പ് ആവുകയാണ്. ഇങ്ങനെയാണ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ, അക്വയർഡ് ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്ന അസുഖം വരുന്നത്.
കൺജനിറ്റൽ ഹിപ്പ് ഡിസ്പ്ലേഷ്യ എന്ന് പറയുന്നത് ജന്മന അച്ഛനോ അതിൻ്റെ ഫാദറിനോ മദറിനോ പാരൻസിൽ ഏതെങ്കിലും ഒരു ഡോഗിന് ഹിപ്പ് ഡിസ്പ്ലേഷ്യ ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ആയി വരാം. പക്ഷേ അക്വയർഡ് ആയിട്ട് വരുന്ന ഹിപ്പ് ഡിസ്പ്ലേഷ്യയുടെ മെയിൻ കാരണം സ്മൂത്ത് സർഫസിൽ നമ്മൾ ഡോഗിനെ വളർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്ലാറ്റിൽ വളർത്തുന്നവർ അതിനെ ഔട്ട്ഡോറായിട്ട് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സോ എനർജി റിലീസ് ചെയ്യുക, എക്സസൈസ് കൊടുക്കുക ഈസ് എ മസ്റ്റ് ഫോർ ഓൾ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ്സ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ജർമ്മൻ ഷെപ്പേർഡിനെ സംബന്ധിച്ചോളം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഇതാണ് അതിൽ മെയിൻ ചെയ്യാനുള്ളൂ. ഷെപ്പേർഡിനെ വളർത്തുമ്പോൾ മെയിനായിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം ഗ്രൂമിംഗ് ആണ്. ഗ്രൂമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ചീവി കൊടുക്കുക എന്ന് പറയും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡോഗിൻ്റെ പകുതി ഇഷ്യൂസ് മാറി കിട്ടും. കാരണം ലോങ് കോട്ട്, ഷെപ്പേർഡിൽ പല വെറൈറ്റീസ് ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോങ് കോട്ട്, ഷോർട്ട് കോട്ട്, മീഡിയം കോട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. എങ്കിലും ജർമ്മൻ ഷെപ്പേർഡ് ജനറലി ഈസ് എ ഡബിൾ കോട്ടഡ് ഡോഗ്. ലോങ് ഹെയർ ആയിട്ടുള്ള ഡോഗ് സിംഗിൾ കോട്ടഡ് ആണ്. ഇനി ഇത് എന്തുകൊണ്ട് ഗ്രൂം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രോമസുഷിരങ്ങളിലും ഓരോ രോമങ്ങളുടെ ഉള്ളിലും ഒരു സെക്രീഷൻ ഉണ്ട്. സെബേഷ്യസ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞൊരു ഗ്രന്ഥിയുണ്ട്, അതിനകത്ത് വരുന്നതാണ് സിബം. ഈ സിബം പുറത്തോട്ട് വന്നാലാണ് ഹെയർ വളരെ സ്മൂത്തും നല്ല ഷൈനിങ് ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അത് എൻഹാൻസ് ചെയ്യാനായിട്ട് നമ്മൾ റെഗുലറായിട്ട് കോംബ് ചെയ്ത് കൊടുക്കണം. ഈ പറയുന്ന സാധനം നമ്മുടെ തലയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭിക്ഷക്കാരോ അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങളുള്ള ആൾക്കാർ അവർ നടക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരുടെ തലയെല്ലാം ജട കെട്ടി ഭയങ്കര കട്ടിയായിട്ടുണ്ടാവും. നമ്മുടെ ഹെയർ വളരെ സ്മൂത്തായിട്ടും വളരെ ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നതിൻ്റെ മെയിൻ കാരണം നമ്മൾ ഡെയിലി കോംബ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സെബം സെക്രീഷൻ അവിടെ കട്ടിയാവാതെ നമ്മളത് ബോഡിയിലേക്ക് സ്കാൽപ്പിലേക്ക് സ്പ്രെഡ് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് മൃഗങ്ങൾക്കും ബാധകം, ഡോഗുകൾക്ക് പ്രത്യേകിച്ച്. ഇതിനെ കോംബ് ചെയ്യുന്തോറും ഇതിൻ്റെ ഭംഗി കൂടി വരും. ഇനി കുളിപ്പിക്കുന്ന കാര്യം, കുളിപ്പിക്കുക എന്ന് പറയുന്നത് പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, ഞാൻ ഡെയിലി കുളിപ്പിക്കാറുണ്ട് സ്മെല്ല് പോകുന്നില്ല എന്ന്. ഡെയിലി കുളിപ്പിക്കുന്നത് കൊണ്ടാണ് സ്മെല്ല് വരുന്നത്. പകരം നിങ്ങൾ 10 ദിവസത്തിലൊരിക്കൽ കുളിപ്പിക്കുക, പകരം ഡെയിലി ചീവി കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡോഗിന് യാതൊരു സ്മെല്ലും വരില്ല. ഷെപ്പേർഡിന് പ്രത്യേകിച്ച് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണത്. കാരണം ഈ സ്മെല്ല് വരുന്നതിൻ്റെ ഒരു റീസൺ ഇത് തന്നെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഡോഗ് നനയുന്നു എന്നുള്ളതാണ്. ജർമ്മൻ ഷെപ്പേർഡ് ഓർ എനി ലോങ് കോട്ടഡ് ബ്രീഡ് ഷുഡ് നോട്ട് ബി വെറ്റ് അറ്റ് എനി ഗിവൺ ടൈം അതർ ദാൻ ബാത്തിങ്. എന്ന് വെച്ചാൽ നമ്മൾ കുളിപ്പിക്കുമ്പോഴല്ലാതെ ഡോഗ് നനയാൻ പാടില്ല. ഡെയിലി കോംബ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കാരണം നമ്മൾ കുളിക്കുന്നത് നമുക്ക് വേർപ്പ് ഗ്രന്ഥികളുള്ളതുകൊണ്ടാണ്. അവർക്ക് വേർപ്പ് ഗ്രന്ഥികളില്ല, ഉണ്ട് എങ്കിലും അവരുടെ പാസിലും മൂക്കിൻ്റെ അറ്റത്തും മാത്രമാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മളുടെ സ്വെറ്റ് പുറത്തു വരാനുള്ളതല്ല. ഇവരുടെ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യുന്നത് വായിലൂടെയുള്ള ശ്വാസോച്ഛ്വാസം വഴിയാണ്. നമ്മൾ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നത് സ്വെറ്റിലൂടെയാണ്. ആ വ്യത്യാസമാണ് നമ്മൾ കുളിക്കുന്ന പോലെ ഡെയിലി ഡോഗുകളെ ഒരിക്കലും കുളിപ്പിക്കാൻ പാടില്ല. ഇതാണ് ഗ്രൂമിങ്ങിൽ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ഹെൽത്ത് ഇഷ്യൂസ്. ഡോഗിന് വരാവുന്ന ഹെൽത്ത് ഇഷ്യൂസ്, ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും അറിയേണ്ട കാര്യം എന്ന് എനിക്കറിയാം. ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് വരുന്ന പ്രശ്നം കണ്ടിരിക്കുന്നത് സ്കിൻ പ്രോബ്ലംസ് ആണ്. ജർമ്മൻ ഷെപ്പേർഡിന് വരുന്ന സ്കിൻ പ്രോബ്ലംസ് ആണ്. അതിന് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ ജർമ്മൻ ഷെപ്പേർഡ് ഡോഗിൻ്റെ മേലെ കൂടെ പോയിരിക്കണം. എന്ന് വെച്ചാൽ ഒരിക്കലെങ്കിലും നിങ്ങളവനെ ഡെയിലി ഒന്ന് തടവി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അറിയും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നനയാതെ സൂക്ഷിക്കുക, കുളിപ്പിക്കുമ്പോൾ മാത്രം നനയ്ക്കുക, ഡെയിലി കോംബ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം കോട്ട് ഹെവി ആയ കാരണം ചെറിയൊരു മുറിവ് വന്നാൽ നമ്മൾ അറിയില്ല. മുറിവ് വന്ന് അതിൽ ഈച്ച വന്നിരുന്ന് മാഗറ്റ്സായി പുഴുക്കളായ ശേഷമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കൈ ഓടുന്ന ബോഡിയിൽ നമുക്കത് തിരിച്ചറിയാനായിട്ട് കഴിയും. സോ സ്കിൻ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഒരുപാടുണ്ട്. നമുക്ക് എരഥീമ ഉണ്ട്, അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ ചൊറിച്ചിൽ, താരൻ പോലത്തെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ടിക് ബൈറ്റ് ചെള്ള് കടിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഡോഗിന് വരുന്ന, ഷെപ്പേർഡിന് ഒരുപാട് വരുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് നമ്മൾ കൈ ഓടുക എന്നുള്ളതാണ്. ഇനി എന്തൊക്കെ മരുന്നുകൾ കൊടുക്കണം, ഈ പറയുന്ന ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഡോഗിന് ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഇനി ഇതിലേതെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ഡോഗിനുണ്ടെങ്കിൽ, സ്കിൻ ഇഷ്യൂസോ അതല്ലാത്ത ഇഷ്യൂസോ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി അറിയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ ഡോഗിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കാം. സോ എല്ലാവരും അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സംസാരിച്ച് ഡോഗിൻ്റെ ഇഷ്യൂസ് മാറ്റാം. അങ്ങനെ ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. എനിക്കറിയാം, ഐ ഹവ് ജസ്റ്റ് ടച്ച് ദ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ്. വലിയൊരു ടോപ്പിക്കിൻ്റെ ചെറിയൊരു അംശം മാത്രമേ ഞാൻ കവർ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും സംശയങ്ങൾക്ക് നേരത്തെ പറഞ്ഞ കമൻറ്റിലേക്ക് മെസ്സേജ് അയക്കാം. നമുക്ക് അടുത്ത ബ്രീഡുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.